ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ +2 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ മക്കൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ചോദ്യത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഒട്ടനെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മക്കളെ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇക്വേഷൻ അറിഞ്ഞിരിക്കുക മക്കളെ. എന്താണ്? U is equal to 1/4πε0 Q1 Q2/R. ഇതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മക്കളെ അടുത്ത പോയിന്റ് ആണ് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, U/Q. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? V is equal to U divided by Q. അതിന് ഇക്വേഷൻ എന്ന് പറയാം 1/4πε0 Q/R. ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾ ബേസിക്കലി ആദ്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി അടുത്ത കാര്യം മക്കളെ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു 1/4πε0 Q/R. ആ ഒരു ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തി എന്നൊരു ഡെറിവേഷൻ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒരു ഇന്റഗ്രലൊക്കെ വരുന്ന ഒരു ഡെറിവേഷൻ ആണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അത് എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല, പക്ഷെ ഒട്ടുമിക്ക വർഷങ്ങളിലും നമ്മൾ കോൺസിക്യൂട്ടീവ് കാണുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഈ ഒരു ഡെറിവേഷൻ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി മക്കളെ അടുത്ത സാധനമാണ് എന്താണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഒരു സർഫസിലെ എല്ലാ പോയിന്റുകളുടെയും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ആ ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. ഇനി ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഒരു 3 പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ 3 പ്രോപ്പർട്ടീസും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്താണ് മക്കളെ എന്താണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്താണെന്ന് അറിയണം, കപ്പാസിറ്റർ എന്താണെന്ന് അറിയണം. അപ്പൊ ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജ്. ഒരു കപ്പാസിറ്ററിന് എത്രത്തോളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്, ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്ന പരിപാടിയാണെന്ത്? കപ്പാസിറ്റൻസ്. അതിന്റെ മെഷർമെന്റിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ C. ഇനി മക്കളെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. അടുത്ത സാധനമാണ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഈ കപ്പാസിറ്റേഴ്സിനെ പിടിച്ച് നമ്മൾ സീരീസ് കോമ്പിനേഷനിലും പാരലൽ കോമ്പിനേഷനിലും വെച്ചിട്ട് അത് ഉപയോഗിച്ചുള്ള മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതെന്തായാലും പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇനി ഫൈനലി മക്കളെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കപ്പാസിറ്റർ ആൻഡ് എനർജി ഡെൻസിറ്റി. അപ്പൊ ഒരു കപ്പാസിറ്ററിനകത്തുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 3 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ആ 3 ഇക്വേഷനും അതോടൊപ്പം തന്നെ എനർജി ഡെൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ 4 ഇക്വേഷൻ പഠിക്കണം. ഇതിന്റെ ഈ 4 ഡെറിവേഷൻ ഡിലീറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എത്ര മാർക്കിനാ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ? യെസ്, ഇതിന്റെ വെയിറ്റേജ് മക്കളെ 8 മാർക്കാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് നോക്കി. ഈ 8 മാർക്കിന് എവിടുന്ന് എങ്ങനെ എപ്പോ ചോദിച്ചാലും അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഇനിയുള്ള ദിവസങ്ങളിലായിട്ട്. അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോയിലേക്ക് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. ആ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ലൈക്കും ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മക്കളെ. അപ്പോൾ ടാറ്റ ബൈ ബൈ.